അങ്ങനെ നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ എത്തിയിട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഉള്ളിൽ എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് ഷോപ്പിംഗ് മോൾ കണക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കയറിയില്ല. ഇത് 88 മുതൽ തുടങ്ങിയൊരു മാർക്കറ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഗൂഗിളിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ച പ്ലേസിൽ ഒരെണ്ണമാണ്. എന്താ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് മേടിക്കാം. വിലയൊക്കെ എങ്ങനെയുണ്ടോ ഞാൻ നോക്കട്ടെ. കാരണം ഞാൻ നോക്കിയതൊക്കെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. നോക്കട്ടെ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു സിൽവർ ഷോപ്പ് കണ്ടു കേട്ടോ. അവിടെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. ഞാൻ അവിടെ പോയിട്ടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഷോപ്പിംഗ് മോൾ കണക്ക് തന്നെ കേട്ടോ. കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസ് ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊരു ഷോപ്പിംഗ് മോളിൻ്റെ ഒക്കെ രീതി തന്നെ. ഒരു മാർക്കറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെയാണ്, ക്യൂട്ടായിട്ട്. അതായത് എല്ലാ ആൾക്കാർക്കും ചെറിയ ചെറിയ സ്മോൾ സ്റ്റോൾസ് ഇടാം. പിന്നെ അല്ലാണ്ട് ഷോപ്പായിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. ഇത് ഈ ഭാഗത്തോട്ട് പോവാം നമുക്ക്. ഇതൊക്കെ മലേഷ്യൻ്റെ എന്തോ ട്രഡീഷണൽ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഡോഡോളിൻ്റെ ഷോപ്പാണ്. ഇവിടെ അതെന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്ലൂട്ടനസ് റൈസും കോക്കനട്ട് മിൽക്കും പാം ഷുഗറൊക്കെ കൊണ്ട് ഇങ്ങനെ ക്രീമി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് പല പല കളറിലേ ഉണ്ട്. പിന്നെ അതിനൊക്കെ ദുരിയൻ്റെ ഫ്ലേവറിലൊക്കെ ഉണ്ട്. നമുക്ക് കുറേ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ കുഞ്ഞിലേക്ക് കഴിച്ചിട്ടുള്ള ക്യാൻഡീസൊക്കെ. അപ്പോൾ അതേ കണക്ക് ഇവിടുത്തെ ആൾക്കാരുടെ നൊസ്റ്റാൾജിക് സാധനങ്ങളാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ക്യാൻഡീസും പിന്നെ കണ്ടോ അംബ്രല്ല കണക്കുള്ള ക്യാൻഡീസ് ഉണ്ട്. പിന്നെ ഇതെന്തോ സാൻവ റെഡ് പ്രോൺ ക്യാൻഡി. ഇത് പ്രോൺ ക്യാൻഡിയാണ്, കൊഞ്ച് ക്യാൻഡിയാ. അപ്പോളോ ഇത് വേഫറാട്ടോ, ചോക്ലേറ്റ് വേഫറാ. അപ്പോളോയുടെ തന്നെ വേറൊരു സംഭവമുണ്ട്. പിന്നെ ഇത് സ്ക്വിഡിൻ്റെ ഒക്കെ കേട്ടോ, ഡ്രൈഡ് ആയിട്ടുള്ള സ്ക്വിഡാ. അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ അവരുടെ നൊസ്റ്റാൾജിക് സാധനങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, എന്തൊക്കെയോ ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതിനൊക്കെ ഡ്രിങ്ക് ഒക്കെ ഉണ്ട് ഇവിടെ, ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ളത്. ഇതാണ് മലേഷ്യക്കാരുടെ നൊസ്റ്റാൾജിക് ഐറ്റംസ് ഒക്കെ. പിന്നെ ഇങ്ങോട്ട് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. നമ്മുടെ ഉണക്കമുളകൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ നൂഡിൽസാണ്. ഇത് ചാമ്പയ്ക്ക, വലിയ ചാമ്പയ്ക്ക. ഇത് നല്ല മധുരമായിരിക്കും. ചെറിയ നാരങ്ങ കേട്ടോ ഇവിടെ കണ്ടോ, നാരങ്ങ. ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഈ വെജിറ്റബിൾ. ചുരക്കയോ അങ്ങനെ എങ്ങാണ്ടോ പറയുന്നതെന്ന് തോന്നുന്നു. മാംഗോയ്ക്ക് 11 ആറമ്മ. ഇതൊക്കെ കോഫി പൗഡേഴ്സ് ആണേ. ഇതിനൊക്കെ 13 റിങ്കിറ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മേടിക്കാം. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഷോർട്ട്സ് ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് നോക്കട്ടെ കുറച്ച്. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് ബനാന ചിപ്സിൻ്റെ ആൾക്കാരെന്ന് കേട്ടോ. പക്ഷെ അല്ല, ഇവിടെയുണ്ട്. ഇതിന് 37 റിങ്കിറ്റാണ് വരുന്നത്. എൻ്റെ അമ്മേ. പിന്നെ കപ്പ വറുത്തതുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇത് പഴുത്ത ബനാനയുടെ ചിപ്സാ. പിന്നെ ടപ്പിയോക്ക ചിപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതും ഉണ്ട് കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള സാധനമാണ് ഇത്. പിന്നെ ഇതൊക്കെ ഡ്രൈഡ് ഫിഷസാ. എൻ്റെ അമ്മേ. പക്ഷേ സ്മെല്ലൊന്നുമില്ല കേട്ടോ, വലുതായിട്ട് അങ്ങനെ വൃത്തിയുടെ സ്മെല്ലൊന്നുമില്ല. ചെറിയ കുഞ്ഞു നെത്തോലിയും അങ്ങനത്തെയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ. ഇത് നാസി പുട്ടി, ഇത് നാസി കെരാബു, ഇത് നാസി ലെമക്ക്. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ. അത് നാസി മിന്യാക്ക്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 5 ringgit, right? ഇത് കണ്ടോ, ഇതാണ് നാസി മിന്യാക്ക്. ഇത് നാസി ലെമക്, നാസി കെരാബു, ഇത് നാസി പുട്ടി. ഇവിടെയാണ്
ഇവർ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ഞാനൊരു നാസി ലെമക്ക് പറഞ്ഞു കേട്ടോ. 5 റിംഗിറ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. ഇത് ഇവിടുത്തെ നാഷണൽ ഡിഷാണ്. ഇതിൻ്റെ പിന്നിലുള്ളൊരു ഹിസ്റ്ററി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുമ്പോൾ പറയാം. ഞാൻ ഇത് ഷോർട്സ് ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ എന്തോ പീനട്ടും ഇത് നമ്മുടെ നെത്തോലി മീൻ ഉണക്കിയില്ലേ അതുമായിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഒരു ഗ്രേവി ഉണ്ട്, ഹാഫ് മുട്ടയുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിളും, പിന്നെ സ്റ്റിക്കി റൈസും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മീല. ചോറിനാണെങ്കിൽ ഉപ്പുണ്ട് കേട്ടോ, വേറെ ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ സ്റ്റിക്കി റൈസിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ റൈസിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. ഇത് നല്ല എരിവുണ്ട് കേട്ടോ. ഈ സാധനം, ഈ ഗ്രേവി നല്ല എരിവുണ്ട്. നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഭയങ്കര സ്പൈസിയാണ്. ചെറിയ സ്വീറ്റാണ്. ഇത് നല്ല പീനട്ടും ഉണക്കമീനും അത് സൂപ്പറാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് വെള്ളരിക്കയും പിന്നെ ബോയിൽഡ് എഗ്ഗും, ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, കഴിക്കാം. ഈ സാധനം വെച്ച് ചോറ് കഴിക്കാം, അത്രയാണ്. ഇത് ഭയങ്കര സ്പൈസി. അപ്പോൾ ഞാൻ കഴിച്ചു കഴിയട്ടെ. ഇവിടെ ട്രഷർ ഷോപ്പ് എന്നുള്ളൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കയ്യാട്ടി വിളിക്കുന്ന പൂച്ചക്കുട്ടിയില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്. നോക്കട്ടെ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണെന്ന്. ഈ ഒരെണ്ണത്തിന് 18 റിംഗറ്റ്. ബോർണിയോ പേൾസ്. ഇത് പേൾസിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് കേട്ടോ. പേൾസ് കൊണ്ടുണ്ടാക്കിയ ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പാനിപൂരിയും അങ്ങനെ ഇന്ത്യൻ സ്നാക്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 2 വട മേടിച്ചു. 2 റിംഗിറ്റാണ് കേട്ടോ. ചെറിയ വട, നല്ല ചൂടുണ്ട്, ചെറിയ പുളിയുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. ഇവിടെ നല്ല ഭംഗിയുള്ള ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു മിസ്റ്റീരിയസ് ലുക്കൊക്കെ തരുന്ന ഡ്രീം ക്യാച്ചേഴ്സ്. കൊള്ളാം. ഞാൻ 3 ഫിഷ് മാഗ്നറ്റ് മേടിച്ചു കേട്ടോ. എന്തായാലും നമ്മൾ വന്നില്ലേ മലേഷ്യയിൽ. ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം, പിന്നെ ഇത് ഒരെണ്ണത്തിന് അല്ല, ഒരു ഫിഷ് മാഗ്നറ്റിന് 5 റിംഗിറ്റ് അങ്ങനെ കണ്ടോ. ഇവിടെ ഏതോ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടപ്പുണ്ട് കേട്ടോ. പക്ഷെ ഏത് മൂവിയാണെന്നൊന്നും ചോദിക്കാല്ല, എനിക്കറിയത്തില്ല. അല്ല, ആരെയും എനിക്ക് കണ്ടും പരിചയമില്ല. അങ്ങനെ നമ്മൾ സെൻട്രൽ മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. കൊള്ളാം. കുറച്ച് നേരം വെയിലൊന്നും കൊള്ളാണ്ട് ഇങ്ങനെ തേരാപ്പാര നടക്കാൻ പറ്റിയ സ്ഥലമാണ്. റേറ്റൊക്കെ നല്ല രീതിക്ക് റേറ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇടാൻ കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ. സെൻട്രൽ മാർക്കറ്റിൽ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഫുഡ് കൂടെ കാണിക്കാതെ വെച്ചു. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ കേട്ടോ വന്നേ. ഒരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടോ നോക്കാം. തേഞ്ഞ് ഇന്നലെ നമ്മളൊരു ഗ്രേവി തന്നില്ലായിരുന്നു, സെയിം ഗ്രേവിയാണ്. റൈസും സെയിം തന്നെ, ഇത് മാത്രമേ ഉള്ളൂ ഡിഫറെൻറ്റ്. കുറച്ച് സാലഡും ഉണ്ട്. ഇത് സ്റ്റൈലാണ്. ഓറഞ്ച് ജ്യൂസ് സൂപ്പർ. എൻ്റെ അമ്മേ, ഇതവർ ശരിക്കും ഓറഞ്ച് കൊണ്ടാണോ ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഓറഞ്ച് ജ്യൂസ് മേടിക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് ഉണ്ടാവുമല്ലോ, ഇതങ്ങനെയല്ല. കിഡു സൂപ്പർ. ഇത് പരാജയം. അതിലൂടെ അവരെന്തോ ഗ്രേവി ഒഴിച്ചു, അതാ പ്രശ്നം.
ഞാൻ കാറിനകത്തിരുന്നാണെങ്കിൽ നല്ലോണം ഉറങ്ങി. ശരിക്കും ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിൽ കയറാം കേട്ടോ. ബാ. എയർപോർട്ടിൽ കയറുമ്പോഴത്തേനും ഒരു 7-Eleven ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്നാക്സ് മേടിച്ചു. ഒരു കേക്കും പിന്നെ ഒരു ക്രോസാൻറ്റും പിന്നെ ഒരു ഐസ് ക്യാൻഡിയൊക്കെ മേടിച്ചു. അപ്പം നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിൽ അലൗഡ് ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ. പക്ഷേ ബാഗിനകത്ത് സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനി എടുത്ത് കളയോ ഒന്നും അറിയത്തില്ല. ഏതായാലും നോക്കട്ടെ. ഞാൻ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഇതേണൊക്കെ കൗണ്ടറിൽ നിന്നല്ലേ എടുക്കുക ബോർഡിംഗ് പാസ്സൊക്കെ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതേണക്ക് മെഷീൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ വേണം ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ PNR നമ്പർ, നമ്മുടെ ടിക്കറ്റിലുള്ള PNR നമ്പറൊക്കെ നമ്മൾ കൊടുത്ത് പാസ്പോർട്ടൊക്കെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ മെഷീൻ വഴി നമുക്ക് ഈ ബോർഡിംഗ് പാസ് കിട്ടും. എന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് കേട്ടോ. 10:30 വരേണ്ടത് ഇപ്പം 11:50 വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആയത് കാരണം നമുക്ക് സ്നാക്സ് ഒക്കെ തന്നു. ഒരു ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇത് ബിസ്ക്കറ്റാണ്. ഇത് മിനി ഓറിയോസ്. പിന്നെ ഒരു ലെമൺ ടീ. എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലെമൺ ടീ ആണ്. തണുത്ത കാലത്തൊക്കെ നല്ലതായിരുന്നു. ഇത് മിനി ഓറിയോസ്. രാജ്യങ്ങളൊക്കെ ഇറങ്ങിയുള്ള ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഊബറിലാട്ടോ വീട്ടിൽ വന്നേ. എന്നിട്ട് സൊമാറ്റോ നിന്ന് ഒരു ഓംപ്ലേറ്റും 2 പൊറോട്ടയും കറിയും ഒക്കെ ഓർഡർ ചെയ്തു. ഇനി നല്ലോണം ഫുഡ് കഴിക്കണമല്ലോ. നാട്ടിലെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, തായ്ലൻഡ് എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. തായ്ലൻഡ് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ മലേഷ്യ വന്നിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല സത്യം പറയുകയാണെങ്കിൽ. കുഴപ്പമില്ല, പക്ഷേ എന്നാലും തായ്ലൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് കുറച്ച് ഇഷ്ടമായിട്ടുള്ളൂ. മലേഷ്യയിലാണ് ഞങ്ങൾ കുറേ അലഞ്ഞതും കുറേ ഞങ്ങൾ ബുദ്ധിമുട്ടിയതൊക്കെ മലേഷ്യയിലാണ്. തായ്ലൻഡ് കുറച്ചുകൂടി ഈസി ആയിരുന്നു എല്ലാ കാര്യത്തിനും. നമുക്ക് എല്ലായിടത്തും ആക്സസ് ചെയ്യാനും പിന്നെ കുറേ കൂടെയൊക്കെ നമുക്ക് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ തായ്ലൻഡ് ആട്ടോ ബെസ്റ്റ്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. പൊറോട്ട ഒക്കെ കഴിക്കാൻ നല്ല ക്രേവിങ് ഉണ്ട്. മലേഷ്യ വെച്ച് ഞങ്ങൾ പൊറോട്ട കഴിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര നല്ലതായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തേലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും കോമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പം ടാറ്റാ.